ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെ എതിർക്കും. ആര് വർഗീയത പറഞ്ഞാലും, ഏത് സമുദായ നേതാവോ ഏത് രാഷ്ട്രീയ നേതാവോ ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങളെ സമ്മതിക്കും. നിനക്ക് പിന്നെ അസുഖമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലട്ടാ. ആ മതേതര പ്രാർത്ഥന നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അതിന്റെ അർത്ഥം അവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അത് നുണയാണ്, അങ്ങനെ ആരുമില്ല. ഉണ്ടാക്കിയ കൊണ്ടുപോവാ, പോയി കൊണ്ടുപോടാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. اللهم اجعل هذا البلد وسائر البلاد المسلمين امنا مطمئنا. اللهم اصلح احوال المسلمين في كل مكان. അത് ശരി, മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായി. ഇതിനാണ് വർഗീയത വർഗീയത എന്ന് പറയാം. അപ്പൊ ശരി. എല്ലാ സ്ഥലങ്ങളിലുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ നീ നന്നാക്കണമേ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് മതേതര ലീഗ്. UDF ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാകണമെന്ന വിവാദ പ്രസംഗവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ഇതേപോലെ ഒരു പ്രാർത്ഥന BJP പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കാം. BJPയുടെ ഒരു പൊതുചടങ്ങിൽ വെച്ചുകൊണ്ട് ഹിന്ദു സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതല്ല ഉദ്ദേശം. അപ്പൊ നിങ്ങൾ പറയും അതേ വർഗീയത എന്ന് പറയും. ഇത് അറബിയിലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഇതെന്തോ വലിയ സംഭവമാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ആമീനും ഭൂമീനും പറഞ്ഞു പോണു. അതങ്ങ് ബാങ്കിൽ ചെല്ലുമ്പോ പറഞ്ഞാൽ മതി. ഇവിടെ ഞങ്ങൾ പറയുന്നതാ ശരി. നിങ്ങളുടെ പഠിപ്പിക്കലൊന്നും വേണ്ട. മൗദൂദിയെ തള്ളിപ്പറയുന്നു. മറുഭാഗത്ത് തങ്ങളുടെ യുവജന സംഘടനയെ വിട്ടുകൊണ്ട് മൗദൂദിയുടെയും ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോകത്തെ പല രാജ്യങ്ങളും നിരോധിക്കപ്പെട്ട ആ സംഘടനയുടെ സ്ഥാപകനായ ഹസൻ ബന്നയുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട്ടങ്ങാടിയിൽ കോഴിക്കോട് എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. ഒരു ഭാഗത്ത് വലിയ ബഹുസ്വരതയുടെ മനോഹരമായ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മതേതരത്വത്തിന്റെ ആളുകളാണെന്ന് പറയുകയും ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. മറുഭാഗത്ത് ഈ മതരാഷ്ട്രവാദത്തിന്റെ അപകടകരമായ ആശയങ്ങൾ കൊണ്ടുവന്ന അത്തരം ആളുകളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്യുന്ന ഈ കപടന്മാരെ ഇനിയും ആർക്കെങ്കിലും തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ്. അതും കാണും. ഒരു നാടാവുമ്പോ നിന്നെ പോലുള്ള ചെറ്റകളും ധാരാളം കാണും. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരവാദി ഭീകര സംഘടനയാണെന്നും ഈ ജനാധിപത്യ വ്യവസ്ഥയോട് യോജിക്കാത്ത മതേതര സ്വഭാവത്തോട് യോജിക്കാത്ത ഒരു സംഘടനയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ അതിനെ നമ്മൾ കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. അതിൽ കൂടെ അവർ വളരും. ഇന്ന് അവരെവിടെയില്ല. ഇല്ലാത്ത ഈ സാധനത്തിനെ കൂട്ടുപിടിച്ചിട്ട് നമ്മുടെ വീടിന്റെ അടുക്കളയിലൊക്കെ അവർ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ നാട് ഇത്രയും നശിച്ചു ഒന്നാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. സ്ത്രീകൾക്കൊന്നും വിദ്യാഭ്യാസം കൊടുക്കരുതെന്ന് പറഞ്ഞ ആളുകളാണ് ഈ സമസ്ത. 1930-കളിൽ ഉണ്ടായിരുന്ന ആ സമസ്തയാണോ ഇന്നുള്ളത്? അവർ മാറി. അവരിന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക മാത്രമല്ല അതിന്റെ വലിയ കൊണാണ്ടർമാരായിട്ട് മാറുകയല്ലേ ചെയ്തത്. മതമല്ല പ്രശ്നം. പൊരിയുന്ന വയറാണ് പ്രശ്നം. എങ്ങനെ ഈമുണ്ടാവുക? ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം. എങ്ങനെയുടെ ഈമുണ്ടാവുക? യേശുട്ടൻ ബുദ്ധിമാനായ ഒരു മണ്ടനല്ലേ? നീ എങ്കിലും തിരിച്ചറിഞ്ഞല്ലോ, എനിക്കത് മതി. മതമല്ല പ്രശ്നം. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. നശിച്ചവനാ ഞാൻ, നശിപ്പിക്കും ഞാൻ. നടക്കുന്ന ആളുകളാണ്, 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് നോക്കുന്ന ആളുകളാണ്. നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇസ്ലാമികമായ എല്ലാ ശൈലികളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ സാകളെ. ഓക്കെ, അൺബോക്സിംഗ് സ്ഥാനാർത്ഥി. കൊള്ളാലോ കളി. അടുത്ത പോലത്തെ കാസർഗോഡ് നഗരസഭയിൽ മതം പറഞ്ഞ് മുസ്ലിം ലീഗ് വോട്ട് തേടുന്ന പരാതിയുമായി LDF യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീരാണ് ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി മതം പറഞ്ഞ് വോട്ട് തേടിയത്. 16-ാം വാർഡ് തുരുത്തിയിലെ ലീഗ് സ്ഥാനാർത്ഥി ഷാഹിനിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് ഈ പ്രസംഗം.